ആരും വിളിക്കുന്നില്ലല്ലോ. ആ ദേവരാജനാണെങ്കിൽ വിളിച്ചിട്ടോട്ട് എടുക്കുന്നുമില്ല. അവനെ വിളിക്കണമെന്ന് കരുതിയതാ. പിന്നെ അറിയാനുള്ള ആകാംക്ഷ കൊണ്ടാ വിളിച്ചു പോയെ. വീട്ടിൽ നിന്നാണെങ്കിലോ മോള് ഒട്ട് വിളിക്കുന്നില്ല. നിങ്ങൾ പറയുന്ന പോലെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വിളി വരേണ്ട സമയം കഴിഞ്ഞു. കൊച്ചിനെ ഇന്നലെ രാത്രി ആശുപത്രി കൊണ്ടുപോയതാ. ഇനി അതിനെന്തെങ്കിലും സംഭവിക്കാണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം. ഇതുവരെ കണ്ണന്റെയും മഹാലക്ഷ്മിയുടെയും ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ അത്ഭുതങ്ങളാ. ഇതിപ്പോ അവർക്ക് രണ്ടാൾക്കും കൊണ്ട് ജനിച്ച കുഞ്ഞാ. അതുകൊണ്ട് അതിന്റെ കാര്യത്തിലും അത്ഭുതങ്ങൾ സംഭവിച്ചാ അതിലെനിക്ക് ആശ്ചര്യമൊന്നുമില്ല. അങ്ങനെ പറയലടാ. അത്ഭുതങ്ങളൊന്നും സംഭവിക്കില്ലെന്ന് പ്രാർത്ഥിക്കടാ. ഞാൻ പറഞ്ഞില്ലേ, എന്റെ വീട്ടിലെ പൂജാമുറിയിലിരിക്കുന്ന അയ്യപ്പ വിഗ്രഹം ഏത് നേരം അവന്റെ രക്ഷയ്ക്കുണ്ട്. എന്തായാലും കരുണമുള്ള ഉടനെ തന്നെ വിളിക്കും. ചിലപ്പോൾ അവിടെ നിന്ന് വിളിക്കുന്നത് പ്രശ്നമായതുകൊണ്ട് ഇവിടെ വന്ന് മോള് വിവരം പറയത്തേ ഉള്ളായിരിക്കും. അങ്ങനെയാണെങ്കിൽ മോളെയും കൂട്ടി ഒന്ന് പോണം അനന്തൂന്റെ വീട്ടിലോട്ട്. അവിടെ ആയിരിക്കുമല്ലോ കൊച്ചിനെ കൊണ്ട് കിടത്തുന്നേ. ദേവരാജന്റെ അമ്മ അങ്ങോട്ട് പോയില്ലേ? കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുവന്നെങ്കിൽ ഇപ്പൊ അവരെങ്കിലും വിളിച്ച് വിവരം പറയത്തില്ലായിരുന്നോ? ഇങ്ങോട്ട് വിളിക്കേണ്ടത് ദേവരാജനോട് പറഞ്ഞത് ഞാനാ. ഇപ്പോഴാണെങ്കിൽ അവന്റെ മൊബൈൽ ഓഫാക്കി വെച്ചിരിക്കുക. എന്തൊക്കെയോ നടന്നിട്ടുണ്ട്, അതുറപ്പാ. ജാനമേച്ചി ഇവിടെ വന്ന ശേഷം മൊത്തം ശനിദശയാണല്ലോ മഹി. ആദ്യം കുഞ്ഞിന് കൊടുത്ത പാലിന്റെ അളവ് കൂടിയെന്ന് പറഞ്ഞ് ലേഖ ജാനമെ കുറ്റപ്പെടുത്തി. അതിന് പിന്നാലെ ഇപ്പൊ ഇങ്ങനൊരു ആപത്തുകൂടി ഉണ്ടായിരിക്കുന്നത്. ഞാൻ പറഞ്ഞതാ ലേഖയോട് അവരെ ഒന്നും പറയരുതെന്ന്. എന്നാലും അവര് വന്നത് ലേഖയ്ക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അതുപോലെ എന്തെങ്കിലും പറയാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെയുണ്ടടാ ജാനമ്മയുടെ മോന്? കുറച്ച് ക്രിട്ടിക്കല, ഐസിയുല. നല്ല വിളഞ്ഞ് മൂർഖനെ കടിച്ചത്. അതുകൊണ്ട് വിഷം കിഡ്നിയൊക്കെ ബാധിച്ചിട്ടുണ്ട്. ഇന്നലെ ആയില്ലേട്ടാ കടിച്ചിരിക്കുന്നത്. എന്തെങ്കിലും സർപ്പദോഷം കാണുമായിരിക്കും. ആ എടാ, അപ്പോഴേ ഞാൻ കുഞ്ഞിനെ ഇയാളെ കൊണ്ട് വീട്ടിലോട്ട് പോവുക. അതെന്താ ഇത്ര പെട്ടെന്ന്? എടാ, ഇവിടെ വന്ന അമ്മയ്ക്ക് കുഞ്ഞിനെ ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ. ഇങ്ങോട്ട് വരാൻ അമ്മയ്ക്ക് മടിയാ. എന്നാ പിന്നെ ഇന്നൊരു ദിവസം മോളെ കൊണ്ടുപോയി അമ്മയൊന്ന് കാണിച്ചിട്ട് നാളെ രാവിലെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരാം. നീ ഈ കാര്യം ലേഖയോട് പറഞ്ഞോ? ആ പറഞ്ഞു. അവിടെ ഇപ്പൊ ഉണ്ണിയില്ലെങ്കിലും കരുണ ഇന്നലെ വന്നെന്നാ കണ്ണേട്ടൻ പറഞ്ഞത്. അവരൊക്കെ ഉള്ളപ്പോ അങ്ങോട്ട് കുഞ്ഞിനെ കൊണ്ടുപോണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. പക്ഷെ രണ്ടാളും കേക്കണ്ടേ? അവൾ ഇന്ന് തന്നെ ഉണ്ണിയുടെ അടുത്തേക്ക് പോകില്ലേകെ. എടി ലേഖ, കുഞ്ഞ് ജനിച്ചിട്ട് സ്വന്തം തറവാട്ടിലേക്ക് കൊണ്ടുപോകാൻ കണ്ണൻ ഇതുവരെ സാധിച്ചിട്ടില്ല. മോളെ ഒന്ന് കൊണ്ടുപോയി വീടൊക്കെ കാണിച്ചിട്ട് വരട്ടെടി. പിന്നെ വീട് കണ്ടു കഴിഞ്ഞാൽ മോൾക്കങ്ങ് മനസ്സിലാവാൻ പോവല്ലേ അത് മോളുടെ അച്ഛന്റെ തറവാടാണെന്ന്. കുഞ്ഞിനെയും കൊണ്ട് ഒരു ദിവസം ഞങ്ങൾ ഇവിടുന്ന് മാറി നിൽക്കുമ്പോ നിനക്ക് ഇത്രയും പ്രശ്നമാണെങ്കിൽ ഓണം കഴിഞ്ഞിട്ട് ഞങ്ങള് കുഞ്ഞിനെ സ്ഥിരമായിട്ട് കൊണ്ടുപോകുമ്പോ എന്തായിരിക്കും നിന്റെ അവസ്ഥ? എന്തായിരിക്കും അവസ്ഥയെന്ന് ചോദിച്ചാ, ഇപ്പൊ നമ്മള് ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നവര് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പോകുന്നില്ലേ? വീട്ടിൽ നിന്ന് സ്നേഹത്തോടെ യാത്ര പറഞ്ഞു പോകുന്നവര് തിരികെ വരാതിരിക്കുന്നില്ലേ?